ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് ബി.ജെ.പിയിൽ ചേരുമെന്ന വാർത്ത തന്നെയാണ് തലസ്ഥാനത്തു നിന്നുള്ള വാർത്തകളിൽ പ്രധാനം. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ഇപ്പോൾ ടിൻഡു ദാസ് ചേരുകയാണ്. അപ്പം ഈ കേരള സർവകലാശാല കലോത്സവവുമായി ബന്ധപ്പെട്ട SFI നേതൃത്വത്തിനിടയിലെ പടലപ്പിണക്കങ്ങളും ശ്രദ്ധേയമായ വാർത്തയാണ്. ടിൻഡു, ഗുഡ് മോർണിംഗ്. നേരത്തെ ടിൻഡുവിലേക്ക് എത്താൻ സാധിച്ചില്ല, ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം. ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ കോൺഗ്രസിൽ നിന്നുള്ള ബി.ജെ.പിയിലേക്കുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ള കടന്നുവരവ് തന്നെയാണ്. അപ്പം ഈ SFI നേതൃത്വത്തിൻ്റെ പടലപ്പിണക്കങ്ങളും നമുക്ക് മുന്നിലുണ്ട്. ഈ പടലപ്പിണക്കങ്ങളുടെയും ഇത്തരത്തിലുള്ള പരസ്പര പോരിൻ്റെയും ചെളിവാരിയലിൻ്റെയും ഒരു രക്തസാക്ഷി അല്ലെങ്കിൽ ബലിയാടാക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് PN ഷാജി എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. അല്പസമയം മുമ്പ് അർജുൻ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. നമുക്ക് ആ വാർത്തയിലേക്ക് ആദ്യം പോകാം. കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന വളരെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. കോൺഗ്രസിൽ നിന്നും BJPയിലേക്കുള്ള കൂട്ടപലായനം തുടരുകയാണ്. ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ BJP കാര്യാലയത്തിൽ വെച്ച് ഈ കോൺഗ്രസ് പ്രവർത്തകർക്ക് അംഗത്വം നൽകിക്കൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിക്കും. ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജില്ലയിലെ DCCയിലെ പ്രധാന സ്ഥാനം വഹിച്ചിരുന്ന പ്രധാന നേതാക്കൾ തന്നെയാണ് ഈ BJPയിലേക്ക് ചേരുന്നത് തന്നെയാണ്. പത്മജ BJPയിലേക്ക് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു കൂട്ടമായിട്ടുള്ള ഒരു ഒഴുക്ക്, കോൺഗ്രസ് പ്രവർത്തകരുടെ ഒഴുക്ക് BJPയിലേക്ക് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെ നേരത്തെ അത് പുറത്തു വന്നിരുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സസ്പെൻസ് ഒളിപ്പിച്ച് വെച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തു നിന്നുള്ള പ്രധാന കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് എത്തുന്നത്. ആരൊക്കെയാണ് ആ നേതാക്കൾ എന്നുള്ള കാര്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഏതായാലും പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന അല്ലെങ്കിൽ പ്രധാന സ്ഥാനങ്ങൾ അലങ്കരിച്ചിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇത്തരത്തിൽ BJPയിലേക്ക് എത്തുന്നതെന്ന് പറയാൻ സാധിക്കും. ഈ കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഒരുപാട് വാർത്തകൾ വന്നിട്ടുള്ളതാണ്. ഈ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് തമ്പാനൂർ സതീശൻ ഈ കോൺഗ്രസ് വിട്ടതും തുടർന്ന് എങ്ങോട്ടാണ് പോകുന്നത് അന്വേഷിച്ചപ്പോൾ BJPയിലേക്ക് ഇല്ല എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ മറ്റു നേതാക്കന്മാർ BJPയിലേക്ക് എത്തുമെന്നും ഒരു സൂചനയും തന്നിരുന്നു. അപ്പോൾ അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇപ്പോൾ BJPയിലേക്ക് എത്തുന്നു എന്ന വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. പിന്നെ മറ്റ് ഇതര പാർട്ടികളിൽ നിന്നുമുള്ള നേതാക്കൾ BJPയിൽ നിന്ന് അംഗത്വം എടുക്കുമെന്നും ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള പാർട്ടി വിട്ടുള്ള ഒരു പലായനത്തിലേക്ക് തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, ജില്ലയിലെ തിരുവനന്തപുരം DCCയെ സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാർ തമ്മിൽ ഫണ്ടിങ് ഇഷ്യൂ ആയിട്ടുൾപ്പെടെ, അതായത് പണം കൊടുക്കുന്നതുമായിട്ടുൾപ്പെടെയുള്ള വിഷയങ്ങളിലും അതോടൊപ്പം തന്നെ ഈ പ്രധാന നേതൃസ്ഥാനങ്ങൾ എത്താത്തതിലുള്ള ഒരു ബുദ്ധിമുട്ടുമൊക്കെ നേരിട്ട് അറിയിക്കുമ്പോഴും ഉള്ളിൽ തന്നെ ഉള്ള നേതാക്കന്മാർ തമ്മിൽ ഇതൊരു സംസാരിച്ച് ധാരണയാകാതെ അതൊരു വൈരാഗ്യപൂർണമായിട്ടുള്ള രീതിയിലേക്ക് മാറുകയും തുടർന്ന് പാർട്ടി വിടുകയൊക്കെ ചെയ്യുന്ന പ്രവണത, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിൽ എത്തുമെന്നുള്ള നേരത്തെ തന്നെ രാഷ്ട്രീയ കേരളം അത് വിലയിരുത്തിയിരുന്ന കാര്യമാണ്. എത്രത്തോളമാണ് കോൺഗ്രസിന്റെ സാധ്യതയെന്നും എത്രത്തോളമാണ് കോൺഗ്രസിലെ നേതാക്കൾ പിടിച്ചു നിൽക്കുന്നുവെന്നുള്ള വിഷയങ്ങളൊക്കെ നേരത്തെ തന്നെ വലിയ ചർച്ചയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ BJPയിലേക്കുള്ളൊരു ഒഴുക്ക്. എന്തായാലും ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഇവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകിക്കൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കും. കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെയാണ് ഈ സൂചന നൽകിയിരുന്നത്. അതായത് കൂടുതൽ പേരെ BJPയിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ BJPയിലേക്ക് സ്ഥാനം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ BJPയിലേക്ക് അംഗത്വം കൊടുത്തുകൊണ്ട് എടുക്കുന്നത് പ്രധാനപ്പെട്ട ആൾക്കാരെ ആയിരിക്കും. ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ പാർട്ടിക്ക് ഉപയോഗകരമല്ലാത്ത, പാർട്ടിക്ക് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള ആളുകളെയൊന്നും ഇങ്ങോട്ടേക്ക് സ്വീകരിക്കില്ല എന്നും പറയുന്നു. എന്തായാലും കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു MLA സ്ഥാനമൊക്കെ വഹിച്ചിരുന്ന ആളുകളെ ഉൾപ്പെടെ ഇതിലേക്ക് പ്രതീക്ഷിക്കാമെന്നും നമുക്കൊരു വിവരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, ഏറ്റവും വാർത്തകൾ നിറഞ്ഞ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ ആയിരിക്കും ഇങ്ങോട്ടേക്ക് BJPയിലേക്ക് എടുക്കുന്നതെന്നും പറയാൻ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് എത്തിയതിനു ശേഷം വലിയ രീതിയിലുള്ള കോൺഗ്രസിലെ വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിൽ എന്തുമാത്രം ആളുകളെ പരിഗണിക്കുന്നു, അല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ നമ്മൾ രാഷ്ട്രീയ കേരളം കണ്ട അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന K
കരുണാകരൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും തന്ത്രജ്ഞൻ്റെ മകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളും BJPയിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ കാലയളവിൽ അല്ലെങ്കിൽ ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ 2 വർഷം അത് BJPയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചില്ലെങ്കിൽ, BJPക്ക് അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തില്ലെങ്കിൽ വരുന്ന നാളുകളിൽ അത് വലിയ രീതിയിലുള്ള ഒരു ഗുണം ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും. അത്തരത്തിലുള്ള വെളിപ്പെടുത്തലൊക്കെ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫണ്ടിങ് ഇഷ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ആരാണ് ഈ നേതൃസ്ഥാനങ്ങളിലൊന്നും കയറാതെ മാറ്റി നിർത്തിയത്, തന്നോടൊപ്പം നിന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് ആദ്യം ജനം TVക്ക് തന്നെ പ്രതികരണത്തിലൊക്കെ അറിയിച്ചത്. പക്ഷെ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ കൂടുതൽ ആളുകളെ BJPയിലേക്ക് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നൊരു കാര്യം കൂടി പത്മജ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. ടിൻഡു പറഞ്ഞതുപോലെ തന്നെ ഈ നേതൃത്വത്തിന്റെ അഭാവം, ഒപ്പം പടലപ്പിണക്കങ്ങൾ, ഇത് തന്നെയാണ് ഒരു വിഭാഗം നേതാക്കളെയും ഒപ്പം അണികളെയും, വലിയ രീതിയിലുള്ള അണികളെയും ആകെ അസ്വസ്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനും കൂടുതൽ പ്രവർത്തകരും നേതാക്കൾ ഉൾപ്പെടെ BJPയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത്.